നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ വീക്ക്ലി റിവിഷൻ ഡേ 10 മുതൽ 15 വരെയുള്ള പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്ത് സെറ്റ് അല്ലേ? 2 ദിവസം കിട്ടിയല്ലേ റിവൈസ് ചെയ്യാൻ. അപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ എല്ലാം നടത്തി സെറ്റ് ആയെന്ന് വിചാരിക്കുകയാണ്. പരീക്ഷ എഴുതി നോക്കണ്ടേ? നമ്മുടെ സിലബസ്, നമ്മുടെ പ്ലാൻ എപ്പോഴും എക്സാം, എല്ലാ ദിവസവും എക്സാം ആണ്. എല്ലാ ദിവസവും എക്സാം മസ്റ്റായിട്ട് എഴുതി പറ്റൂ, അത് സ്ട്രിക്റ്റ് ആണ്. എക്സാം എഴുതാതെ പോകരുത്. എക്സാം എഴുതിയിട്ട് മാർക്ക് താഴെ കമൻറ്റും കൂടി ചെയ്യുക. മാർക്ക് കുറവാണെങ്കിൽ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യാതെ പോകരുതേ. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് നോക്കും, ആരൊക്കെ പരീക്ഷ എഴുതുന്നുണ്ട്, ആരൊക്കെ എഴുതുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സാമിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. ഇരുപത് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ശരിയായ വാക്യം ഏത്? അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. തുലാഭാരത്തിനായി 100 തേങ്ങകൾ എത്തിച്ചു. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. ഉത്തരം എഴുതിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക. വിറക്, കൽക്കരി, LPG, ഡീസൽ. ഓപ്ഷനിൽ നിന്ന് എഴുതുക. 3. ടച്ച് സ്ക്രീൻ മോണിറ്ററുകൾ എന്ത് തരം ഉപകരണമാണ്? ഇൻപുട്ട് ഉപകരണം, ഔട്ട്പുട്ട് ഉപകരണം, രണ്ടുമല്ല, ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. 4. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തേത്, 1-ാം വർഗ ഉത്തോലകത്തിൽ ധാരം യത്നത്തിനും രോധത്തിനും ഇടയിലാണ്. രണ്ടാമത്തേത്, 2-ാം വർഗ ഉത്തോലകത്തിൽ രോധം ധാരത്തിനും യത്നത്തിനും ഇടയിലാണ്. 3-ാമത്തെ പ്രസ്താവന, ബോട്ടിൽ ഓപ്പണർ 2-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇവയെല്ലാം. 5-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രെയിൽ ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി? ലൂയി ബ്രെയിൽ, റോബർട്ട് ബ്രെയിൽ, വില്യം ബ്രെയിൽ, തോമസ് ബ്രെയിൽ. 6. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർബഗ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആനന്ദമോഹൻ ബോസ്, JC ബോസ്, ആനന്ദമോഹൻ ചക്രവർത്തി, ECG സുദർശൻ. 7. ചുവടെ പറയുന്നവരിൽ തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഉൾപ്പെടാത്തത് ആര്? വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1987 ഫെബ്രുവരി 8-നാണ്. പള്ളിയോട് ചേർന്ന് ചാവറയച്ചൻ സ്ഥാപിച്ച സ്കൂളുകൾ പള്ളിക്കൂടം എന്നറിയപ്പെട്ടു. ഉച്ചഭക്ഷണത്തിനായി പിടിയേരി സമ്പ്രദായം വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ചു. തെറ്റായ പ്രസ്താവനയാണ്. 9. ചുവടെ പറയുന്നവയിൽ നിന്നും ശത്രുവിന്റെ പര്യായ പദം കണ്ടെത്തുക. വൈരി, നരപതി, അരജൻ ഇവയൊന്നുമല്ല. 10. ഫൈൻഡ് ദ സെന്റൻസ് കണ്ടെയ്നിങ് ഇന്റർജെക്ഷൻ. He set out at 6 o'clock. Alas, I am lost in the wilderness. He is writing a book. The cow is grazing on the farm. അടുത്ത ചോദ്യം പെർസെൻറ്റേജ് എന്നുള്ള ചോദ്യമാണ്. 12 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയിൽ 9 പേർ സ്ത്രീകളായാൽ പുരുഷന്മാർ എത്ര ശതമാനം? 12. ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്. ഇതിന്റെ പരിഭാഷ എഴുതാനാണ്. വളച്ചുകെട്ടി പറയുക, കുറ്റിച്ചെടി തല്ലി ഒതുക്കുക, അനുസരണക്കേടിന് ശിക്ഷിക്കുക, വളർച്ച മുരടിപ്പിക്കുക. 13. F സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2, 6, 10, 14. 14-ാമത്തെ ചോദ്യം, A എന്ന മൂലകത്തിന്റെ 3-ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് കണ്ടെത്തുക. SPDF. ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? 15. ചുവടെ പറയുന്നവരിൽ ആരാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയത്? നീരജ് ചോപ്ര, മീരാഭായ് ചാനു, രവികുമാർ ദഹിയ, ലെവ്ലീന ബോർഗോഹൈൻ. 16. ഒരു നിബിൾ എന്നത്
4 ബിറ്റ്, 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ്. 17 ഒറ്റപ്പദം എഴുതുക. ദശരഥന്റെ പുത്രൻ. ദാശരഥി, ദശവീരൻ, ദശഗ്രീവൻ, ദക്ഷൻ. അടുത്ത ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നില്ലായിരുന്നോ? അതിലേതാണ് 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. അതുപോലെ 10th പ്രിലിംസിന് 5ാം ഘട്ടവും 6ാം ഘട്ടവും ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് 3 ഇട്ടിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായത് ഏത്? 3 പ്രസ്താവനയുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോർ ആണ് രചിച്ചത്. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം പാടിത്തീരുക. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ളത് മാത്രം എടുത്തെഴുതുക. 19 മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഇതും പ്രീവിയസ് ആണ്. ആർദ്രം, ഹരിത കേരളം, ലൈഫ് ഇവയൊന്നുമല്ല. 20 ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം പ്രീവിയസ് ആണ്. കേരളം, മണിപ്പൂർ, മഹാരാഷ്ട്ര, തമിഴ്നാട്. ഇത്രയാ 20 ചോദ്യം. ഉത്തരങ്ങളെല്ലാം കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം ശരിയായ വാക്യം ഏത്? സി ആണ് ശരിയായിട്ടുള്ളത്. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്. 2 താഴെ പറയുന്നവയിൽ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം. വിറകും കൽക്കരിയാണ് ഖര ഇന്ധനം, അതായത് സോളിഡ് ഫ്യൂവൽസ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ഉത്തരം എ. 3 ടച്ച് സ്ക്രീൻ മോണിറ്ററുകൾ എന്തുതരം ഉപകരണമാണ്? പ്രത്യേകിച്ച് പറഞ്ഞത് ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് ടച്ച് സ്ക്രീൻ മോണിറ്ററുകൾ. 4 താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇവയെല്ലാം ഡി. 5 താഴെ പറയുന്നവരിൽ ആരാണ് ബ്രെയിൽ ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി? എ ആണ്, ലൂയി ബ്രെയിൽ. 6 ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർബഗ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? സി ആനന്ദമോഹൻ ചക്രവർത്തിയാണ്. 7 ചുവടെ പറയുന്നവരിൽ തൈക്കാട് അയ്യയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഉൾപ്പെടാത്തത് ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാട് അയ്യ. 8 കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബി ആണ്, ജോൺ പോൾ 2 മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8 9 താഴെ പറയുന്നവയിൽ നിന്നും ശത്രുവിന്റെ പര്യായ പദം കണ്ടെത്തുക. വൈരിയാണ്, എ. 10 ഫൈൻഡ് ദ സെന്റൻസ് കണ്ടെയ്നിങ് ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എന്ന് പറയുമ്പം ഇമോഷൻസിനെ കാണിക്കുന്നത്. ബി. അലാസ് ഐ ആം ലോസ്റ്റ് ഇൻ ദ വൈൽഡർനെസ് ആണ് ആൻസർ. 11 12 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയിൽ 9 പേർ സ്ത്രീകളായാൽ പുരുഷന്മാർ എത്ര ശതമാനം? ഉത്തരം ഡി ആ 25%. അതെങ്ങനെ കിട്ടി? 12 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയിൽ 9 സ്ത്രീകളല്ലേ? അപ്പൊ ടോട്ടൽ 12 പേര്. അതില് 9 പേര് സ്ത്രീകളാണെങ്കിൽ 3 പേരായിരിക്കുമല്ലോ പുരുഷന്മാര്. പുരുഷന്മാരുടെ ശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടേ? അപ്പൊ ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പുരുഷന്മാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ 12 പേര് ഇൻറ്റു 100 ചെയ്താൽ മതി. 3/12 ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യാം. 3ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പം 4 എന്ന് വരും. 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പം 25. അപ്പൊ 25% പുരുഷന്മാർ. 25%. അടുത്ത ചോദ്യം ബീറ്റിംഗ് എബൌട്ട് ദ ബുഷ്. വളച്ചുകെട്ടി പറയുക എന്നതാണ് അതിന്റെ പരിഭാഷ. 13 എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്, ഡി. 14ാമത്തെ ചോദ്യം എ എന്ന മൂലകത്തിന്റെ 3ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് കണ്ടെത്തുക. പി ബ്ലോക്ക. 3ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 3ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ബാക്കി 2 ഷെല്ലും ഫുള്ളായിട്ട് ഫിൽഡ് ആയിരിക്കും. അതായത് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. 286 എന്നായിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2. 8 2s2 2p6 എന്ന് പോവും. 2s2 2p6. 6 ഇലക്ട്രോൺ 3s2 2 പോയി. ഇനി 4 കൂടെ ഉണ്ട്. 3p4 3s2 3p4. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ്? പി സബ്ഷെല്ലിലാണ്. അപ്പൊ ബ്ലോക്ക്
പി ബ്ലോക്ക്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവരിൽ ആരാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയത്? മീരാഭായ് ചാനു ആണ്. ഭാരോദ്വഹനം വെള്ളി മെഡലാണ് ലഭിച്ചത്. അടുത്തത്, ഒരു നിബിൾ എന്നത് ഹാഫ് ബൈറ്റ് ആണ്. ഒരു നിബിൾ അതായത് 4 ബിറ്റ്. ഒരു ബൈറ്റ് 8 ബിറ്റ് ആണ്. അപ്പൊ ഹാഫ് ബൈറ്റ് എന്ന് പറയുമ്പോൾ 4 ബിറ്റ്, അതാണ് ഒരു നിബിൾ എന്നത്. 17, ഒറ്റപ്പദം എഴുതുക. ദശരഥന്റെ പുത്രൻ ദാശരഥിയാണ് ഒറ്റപ്പദം, ദാശരഥി. 18, രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനം എന്ന വിഭാഗത്തിൽ ശരിയായത് ആദ്യത്തെ 2 പ്രസ്താവനയാണ്, 1ഉം 2ഉം മാത്രം. മൂന്നാമത്തെ പ്രസ്താവന തെറ്റിയത്. 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. അത് ലോങ് വേർഷൻ. ഷോർട്ട് വേർഷൻ ആണെങ്കിൽ 20 സെക്കൻഡ് മതി. 19, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. 20, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ബി ആണ്, മണിപ്പൂർ. അപ്പൊ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി നിങ്ങൾക്ക്? മാർക്ക് എത്രയാ? 20 ചോദ്യം, കട്ട് ഓഫ് 18 ആണേ. അപ്പൊ 18 മാർക്കിൽ താഴോട്ടുള്ളവരുണ്ടെങ്കിൽ ഏതൊക്കെയാണ് തെറ്റിയ പോർഷൻ എന്ന് നോക്കി റിവൈസ് ചെയ്തോളാം. അപ്പൊ നാളെ ഡേ 16 കടക്കുവാണ്. പോർഷൻസ് ടെലഗ്രാമിൽ ഇട്ട് തരാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. മസ്റ്റ് ആയിട്ടും ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കണം, നമ്മുടെ 10th മെയിൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.